അറബിക്കടൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്ന്. ഇന്ത്യയുടെ സാമ്പത്തിക സിരകൾ ഈ ആഴക്കടലിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ അദൃശ്യമായ ഭീഷണികളുണ്ട്. വിദേശ മുങ്ങിക്കപ്പലുകൾ, കടൽ കൊള്ളക്കാർ, നമ്മുടെ അതിർത്തി ലക്ഷ്യം വെക്കുന്ന ശത്രുക്കൾ. ഇതുവരെ നമ്മൾ ഈ മനോഹരമായ ദ്വീപിനെ കണ്ടത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാത്രമാണ്. എന്നാൽ 2026 കഥ മാറുകയാണ്. ലക്ഷദ്വീപിലെ ഈ ചെറിയ ഭൂമി ഇന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ ഏറ്റവും കരുത്തുറ്റ കോട്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വെറുമൊരു വിമാനത്താവളമല്ല, അറബിക്കടലിലെ മുങ്ങാത്ത വിമാനവാഹിനി കപ്പൽ. അഗത്തിയുടെ റൺവേ നീളുമ്പോൾ ഇന്ത്യയുടെ കൈകൾ അറബിക്കടലിൻ്റെ അങ്ങേയറ്റം വരെ എത്തുകയാണ്. നമ്മുടെ ശത്രുക്കൾക്കിനി ഒളിച്ചിരിക്കാൻ ഒരിടവുമില്ല. എന്തുകൊണ്ടാണ് അഗത്തി ഇത്ര പ്രധാനമാകുന്നത്? ഭൂപടം ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്ത്യയുടെ വൻകരയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ്. അതായത് ആഫ്രിക്കൻ തീരത്തോടും ആഗോള കപ്പൽ പാതകളോടും നമ്മൾ 450 കിലോമീറ്റർ കൂടി അടുത്തെത്തിയിരിക്കുന്നു. സമീപകാലത്ത് അറബിക്കടലിൽ വിദേശ ശക്തികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ചൈനയുടെ നാവികസേന ഇന്ത്യൻ സമുദ്രത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ നമ്മുടെ ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങൾ പ്രധാന ഭൂമിയിൽ നിന്ന് പറന്നുയർന്ന് ഇവിടേക്ക് എത്തണമായിരുന്നു. അതിന് സമയവും ഇന്ധനവും ഏറെ ആവശ്യമാണ്. എന്നാൽ ഇന്ന് അഗത്തി ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസ് ആണ്. ഇവിടെ നിന്ന് പറന്നുയരുന്ന ഒരു വിമാനത്തിന് മിനിറ്റുകൾക്കുള്ളിൽ നിർണായകമായ കപ്പൽ പാതകളിൽ എത്താൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമാണ്. നമ്മൾ പ്രതിരോധിക്കുകയല്ല, മറിച്ച് കടലിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അഗത്തിയിലെ റൺവേ വികസിപ്പിച്ചതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തനായ P-8I പോഡിസൺ വിമാനങ്ങൾക്ക് ഇവിടെ നിന്ന് തുടർച്ചയായി സർവീസ് നടത്താൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാരിടൈം പെട്രോളിംഗ് വിമാനമാണിത്. P-8I വിമാനത്തിൽ കടലിനടിയിലെ ചെറിയ ചലനങ്ങൾ പോലും കണ്ടെത്താൻ ശേഷിയുള്ള മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക റഡാറുകളുണ്ട്. ഒരു ഭീഷണി കണ്ടാൽ അത് അപ്പോൾ തന്നെ ഇല്ലാതാക്കാൻ ഹാർപൂൺ മിസൈലുകളും ടോർപിഡോകളും ഈ വിമാനത്തിലുണ്ട്. ഒരേ സമയം ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ നിരീക്ഷിക്കാനുള്ള ശേഷി ഈ വിമാനത്തെ കൂടുതൽ ശക്തമാക്കുന്നു. അഗത്തിയിൽ ഈ വിമാനങ്ങൾ നിലയുറപ്പിക്കുന്നതോടെ അറബിക്കടൽ ഇന്ത്യയുടെ മുറ്റമായി മാറുന്നു. അറബിക്കടലിലെ വെല്ലുവിളി ഉപരിതലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിശബ്ദമായി നീങ്ങുന്ന മുങ്ങിക്കപ്പലുകളാണ് യഥാർത്ഥ ഭീഷണി. അഗത്തിയിലെ റൺവേ വികസനം ഇന്ത്യയുടെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ശേഷിയിൽ വലിയ മാറ്റമാണ് വരുത്തുന്നത്. അഗത്തിയിൽ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങൾക്ക് കടലിലേക്ക് സോനബോയ്സ് എന്നറിയപ്പെടുന്ന സെൻസറുകൾ വിന്യസിക്കാൻ കഴിയും. ഈ സെൻസറുകൾ കടലിനടിയിലെ ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്ത് വിമാനത്തിലേക്ക് അയക്കുന്നു. വിദേശ മുങ്ങിക്കപ്പലുകൾ നമ്മുടെ സമുദ്രാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചാൽ അഗത്തിയിലെ ഈ കണ്ണുകൾ അവരെ ഉടനടി തിരിച്ചറിയും. ശത്രു മുങ്ങിക്കപ്പലുകൾക്ക് ഇന്ത്യൻ തീരത്തേക്ക് അടുക്കാൻ കഴിയാത്ത വിധം ഒരു അദൃശ്യ മതിൽ അഗത്തിയിലൂടെ ഇന്ത്യ തീർക്കുകയാണ്. കേവലം നിരീക്ഷണം മാത്രമല്ല, ആവശ്യമെങ്കിൽ കടലിനടിയിലെ ശത്രുവിനെ തകർക്കാനുള്ള പ്രഹരശേഷിയും അഗത്തി ബേസ് ഉറപ്പാക്കുന്നു. ഭാരതത്തിൻ്റെ പ്രധാന ഭൂപ്രദേശത്തു നിന്ന് 450 കിലോമീറ്റർ അകലെയാണ് ലക്ഷദ്വീപ്. യുദ്ധതന്ത്രങ്ങളിൽ ഓരോ കിലോമീറ്ററും ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കൊച്ചിയിൽ നിന്നൊരു വിമാനം പറന്നുയർന്ന് അറബിക്കടലിൻ്റെ മധ്യഭാഗത്തെത്താൻ എടുക്കുന്ന സമയം ഇനി നമുക്ക് ലാഭിക്കാം. അഗത്തിയിലെ ഈ റൺവേ വികസനം കേവലം സിമെൻറ്റും കോൺക്രീറ്റും കൊണ്ടുള്ള നിർമ്മാണമല്ല. ഇത് ഇന്ത്യയുടെ പ്രതിരോധ അതിർത്തിയെ കടലിലേക്ക് 450 കിലോമീറ്റർ കൂടി നീട്ടുകയാണ്. വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും സാങ്കേതിക പരിശോധനകൾക്കും ഇനി വൻകരയിലേക്ക് മടങ്ങേണ്ടതില്ല. ഇത് പെട്രോളിംഗ് സമയം ഇരട്ടിയാക്കുന്നു. ഇന്ത്യൻ സമുദ്രത്തെ വളയാൻ ശ്രമിക്കുന്ന ചൈനയുടെ തന്ത്രമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം മുതൽ ആഫ്രിക്കൻ തീരങ്ങൾ വരെ അവർ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ തകർക്കാൻ ഇന്ത്യ ഒരുക്കുന്ന കവചമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിലൂടെ കടന്നുപോകുന്ന ഓരോ വിദേശ കപ്പലും ഇനി അഗത്തിയിലെ നമ്മുടെ നിരീക്ഷണ വലയത്തിനുള്ളിലൂടെ വേണം കടന്നുപോകാൻ. ചൈനീസ് ഗവേഷണ കപ്പലുകൾക്കും മുങ്ങിക്കപ്പലുകൾക്കും ഇന്ത്യ നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണിത്. നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അറബിക്കടലിൽ നമ്മുടെ കപ്പലുകൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് കടൽ കൊള്ളക്കാർ. സോമാലിയൻ തീരത്തു നിന്നും മറ്റും വരുന്ന ഇവർ ഇന്ത്യയുടെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നു. P-8I വിമാനങ്ങൾ അഗത്തിയിൽ നിന്ന് പറന്നുയരുമ്പോൾ ഈ കൊള്ളക്കാർക്ക് ഒളിക്കാൻ ഇടമില്ലാതാകുന്നു. ഒരു അപകട സന്ദേശം ലഭിച്ചാൽ ഏറ്റവും വേഗത്തിൽ സഹായം എത്തിക്കാൻ ഇനി അഗത്തി ബേസിന് സാധിക്കും. നമ്മുടെ ചരക്ക് കപ്പലുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇതൊരു വലിയ ആശ്വാസമാണ്. അറബിക്കടലിലെ നിയമപാലകനായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ 80% കടൽ മാർഗമാണ് വരുന്നത്. അഗത്തിയിലെ സൈനിക സാന്നിധ്യം നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ കൂടി കാവൽക്കാരനാണ്.
നമ്മുടെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അറബിക്കടലിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അപകടങ്ങളോ കടൽ കൊള്ളക്കാരുടെ ഭീഷണിയോ ഉണ്ടായാൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് അഗത്തി കേന്ദ്രമാകും. ലോക വ്യാപാരത്തിൻ്റെ ജീവനാഡിയായ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സുരക്ഷിതമായി നിലനിർത്താൻ അഗത്തിയിലെ ഈ ഹാർഡ് ആൻഡ് ബാസ്റ്റിൻ സഹായിക്കും. ഇന്ത്യയുടെ വ്യാപാര കപ്പലുകൾക്ക് ലോകത്തെവിടെയും ഭയമില്ലാതെ സഞ്ചരിക്കാൻ ഈ ചെറിയ ദ്വീപ് നൽകുന്ന കരുത്ത് ചെറുതല്ല. പലരും ചോദിക്കാറുണ്ട്, പ്രതിരോധ വികസനം ടൂറിസത്തെ ബാധിക്കുമോ എന്ന്. എന്നാൽ സത്യം മറ്റൊന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ അഗത്തിയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തും. വിമാനത്താവളത്തിൻ്റെ റൺവേ നീളുമ്പോൾ വലിയ യാത്രാ വിമാനങ്ങൾക്കും ഇവിടെ ലാൻഡ് ചെയ്യാം. ദ്വീപ് നിവാസികൾക്ക് ഇത് പുതിയ തൊഴിലവസരങ്ങളും മികച്ച യാത്രാ സൗകര്യങ്ങളും നൽകുന്നു. രാഷ്ട്ര സുരക്ഷയും ജനക്ഷേമവും എങ്ങനെ കൈകോർത്തു നീങ്ങുന്നു എന്നതിന് അഗത്തി ഒരു ഉത്തമ ഉദാഹരണമാണ്. 2026 അഗത്തി കേവലം പൈലറ്റുള്ള വിമാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിക്കുന്ന അത്യാധുനിക ഡ്രോണുകളുടെ കേന്ദ്രമായി അഗത്തി മാറുകയാണ്. മനുഷ്യ സഹായമില്ലാതെ മണിക്കൂറുകളോളം അറബിക്കടലിന് മുകളിൽ വട്ടമിട്ട് പറന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. ശേഖരിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വിശകലനം ചെയ്ത് ഇന്ത്യയുടെ പ്രതിരോധ ആസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഭാവിയെ മുൻകൂട്ടി കണ്ട് ഇന്ത്യ ഒരുക്കുന്ന ഈ സംവിധാനം ഏത് ഹൈബ്രിഡ് യുദ്ധമുറകളെയും നേരിടാൻ നമ്മെ സജ്ജമാക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, അഗത്തിയിലെ റൺവേയിൽ വീഴുന്ന ഓരോ കോൺക്രീറ്റ് പാളിയും ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കായി പണിയുന്ന ഉരുക്ക് കവചമാണ്. കടലിൻ്റെ അധിപനായി ഭാരതം മാറുന്ന ഈ ചരിത്ര നിമിഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അഗത്തിയിലെ ഈ മാറ്റം ഒറ്റപ്പെട്ട ഒന്നല്ല, ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. സ്വന്തം മണ്ണിൽ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മുടെ അതിരുകൾ നമ്മൾ തന്നെ കാക്കുന്നു. വിദേശ ശക്തികളെ ആശ്രയിക്കാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരനായി ഭാരതം ഉയരുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ദ റീജിയൻ എന്ന നയത്തിൻ്റെ കരുത്തുറ്റ പ്രതീകമാണ് അഗത്തി. അയൽ രാജ്യങ്ങൾക്ക് സുരക്ഷയും ശത്രുക്കൾക്ക് ശക്തമായ താക്കീതും നൽകുന്ന നയം. ലക്ഷദ്വീപിൻ്റെ ആഴക്കടലിലെ ഈ ചെറിയ മണൽത്തിട്ട ഇന്ന് ലോക ഭൂപടത്തിൽ ഗംഭീരമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ വരെ ഇത് സഞ്ചാരികളുടെ സ്വർഗമായിരുന്നു. എന്നാൽ ഇന്നിത് 140 കോടി ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. നമ്മുടെ സമുദ്ര അതിർത്തികളെ കാക്കുന്ന അജയ്യമായ കോട്ടയാണ്. അറബിക്കടലിലെ ഓളപ്പരപ്പുകൾക്ക് താഴെ ഏത് ഭീഷണി ഒളിച്ചിരുന്നാലും ആകാശത്തു നിന്ന് നമ്മുടെ കരുത്തൻ വിമാനങ്ങൾ അവയെ നിരീക്ഷിക്കുന്നുണ്ടാവും. ഭാരതത്തിൻ്റെ സുരക്ഷ ഇപ്പോൾ കൂടുതൽ ശക്തമാണ്, കൂടുതൽ ദൂരെ എത്തുന്നു. ഇത് പുതിയ ഇന്ത്യയാണ്. അടങ്ങിയിരിക്കുന്ന ഇന്ത്യയല്ല, മറിച്ച് തൻ്റെ അവകാശങ്ങളും അതിരുകളും ആത്മവിശ്വാസത്തോടെ കാത്തു സൂക്ഷിക്കുന്ന കരുത്തുറ്റ ഇന്ത്യ. ജയ് ഹിന്ദ്. ഭൗമരാഷ്ട്രീയത്തിലെ സങ്കീർണമായ വിശകലനങ്ങൾ, ഡിഫൻസ് അപ്ഡേറ്റുകൾ, ലോകത്തെ മാറ്റിമറിക്കുന്ന ബിസിനസ് വാർത്തകൾ എന്നിവ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആഗോളതലത്തിൽ നടക്കുന്ന ഇത്തരം നിർണായക നീക്കങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക.